സിനിമ സ്പൂഫുമായിട്ട് ഇനി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ടീം സൂപ്പർ ജോക്കേഴ്സ്. മലയാള ചലച്ചിത്ര വേദിയിൽ ഏറെ സൂപ്പർ ഹിറ്റായ ആറാം തമ്പുരാൻ എന്ന ചലച്ചിത്രത്തിന്റെ ഹാസ്യ ആവിഷ്കാരവുമായി എത്തുന്നു ടീം സൂപ്പർ ജോക്കേഴ്സ്. ജഗനെ വിളിച്ചോ? കിട്ടുന്നില്ല, ഔട്ട് ഓഫ് റേഞ്ചാ. ബുൾഷിറ്റ്. അവന് കഴിഞ്ഞ ആഴ്ച 500 രൂപയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിക്കൊടുത്തത്, അതും കൊണ്ട് കളഞ്ഞു. ഹലോ, ആരാ? ഓ ജഗൻ, നീ എവിടെയാ? ഇത് ആരുടെ നമ്പർ? എന്റെ കൂട്ടുകാരന്റെ ഫോണിൽ നിന്നാ. പെട്ടെന്ന് പറയണം, ഇതിനകത്ത് 1 രൂപയേ ഉള്ളൂ. പെട്ടെന്ന് പറ. എടാ, ആ പണ്ണൻ എബി എന്നെ ചതിച്ചു. എന്നാ എലിവേഷം വെച്ച് കൊല്ലാൻ നോക്കടാ. എടാ എലിയല്ല, എബി. ആ എബി മാത്യു എന്നെ ചതിച്ചു. പൊങ്കാലയ്ക്ക് കച്ചവടം ചെയ്യാനായി ഇറക്കുമതി ചെയ്ത പൊങ്കാലച്ചട്ടിയുടെ ഓർഡർ രാമസ്വാമി അസോസിയേറ്റിന് മറിച്ചു വിറ്റത് ഞാൻ അറിഞ്ഞു. അതെ, അത് നീ എങ്ങനെ അറിഞ്ഞു? അത് ഞാനല്ലേ റെഡിയാക്കി കൊടുത്തത്. ജഗൻ, നീ എന്താ ഈ പറയുന്നത്? കേൾക്കുന്നില്ല. എല്ലാം അറിയുന്നവൻ ഞാൻ. ശംഭു മഹാദേവ. നിനക്ക് ആവശ്യമുള്ള ശംഭു ഞാൻ വാങ്ങിത്തരാം. നീ ഒന്ന് ഇവിടം വരെ വാ. നീ ഒരു പൈന്റിന്റെ കഴുത്തു പൊട്ടിച്ച് അടി തുണയ്ക്കോ. 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ജഗൻ അവിടെ എത്തിയിരിക്കും. തള്ളേ വലിച്ച്. എന്താ, ഇവിടത്തെ ഫ്രിഡ്ജ് കേടായിരിക്കുകയല്ലേ? ഇനി ഐസ് അവിടെ പോയി ഉണ്ടാക്കും. അതൊക്കെ റെഡിയാക്കാം. നീ എത്രയും പെട്ടെന്ന് ഇവിടം വരെ വാ. ശംഭു മഹാദേവ. നാശം, അവന്റെ മൊബൈലിലെ പൈസ തീർന്നു. എടാ, നോക്കിക്കൊണ്ടിരിക്കാതെ ഉള്ള വെള്ളത്തിൽ അടിക്കാൻ നോക്ക്. ജഗം വന്നാൽ അറിയാലോ, കിട്ടില്ല ഒരു തുള്ളി പോലും. അപ്പോ സാധനം കംപ്ലീറ്റ് അടിച്ച് തീർത്തല്ലേ? ഞാൻ മേടിച്ചോണ്ട് വന്ന മിച്ചർ വെറും വേസ്റ്റ്. ജഗ, ഒരുമാതിരി കോപ്പിലെ പണി കാണിക്കരുത്. 4ാമത്തെ പെക്ക് തീരുമ്പോ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുപ്പി കാലിയായി. അതിപ്പോ ഞാൻ അറിഞ്ഞു നിങ്ങൾ ഇങ്ങനെ മണക്കിനെ അടിച്ച് തീർക്കുന്നു. അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? എന്റെ പൊന്നളിയ, ഞാൻ അവിടെ ചെന്നപ്പോ യമണ്ടൻ ക്യൂ. പിന്നെ ഞാനിങ്ങ് തിരിച്ചു പോകുന്നു. നമുക്ക് വല്ല ബ്ലാക്കിന് കിട്ടുമെന്ന് നോക്കാം. ജഗ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പൊങ്കാലച്ചട്ടിയുടെ കാര്യമാ പറഞ്ഞത്. ഞാൻ കുപ്പിയുടെ കാര്യമാ പറഞ്ഞത്. ജഗ, തമാശകളാ. കോടികളുടെ ബിസിനസ്സാ. ചട്ടിയുടെ കാര്യം എന്താ എന്ന് പറ. എടാ, നിനക്കറിയാലോ, ജഗൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. അതൊക്കെ എപ്പോഴേ ഓക്കെ. എനിക്കറിയാം നീ ചെയ്യുമെന്ന്. പറയൂ ജഗൻ, ഇതിന് പ്രതിഫലം എന്താ നിനക്ക് വേണ്ടത്? ആകാശത്തിന് കീഴിലുള്ള എന്തും നിനക്ക് ചോദിക്കാം. കോടികളുടെ ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് ഈ പൂച്ചമണിയനെ. ചോദിക്കും, എന്താ വേണ്ടത്? എങ്കിൽ അളിയന്റെ വീടും വസ്തുവും എനിക്ക് എഴുതിത്താ. അങ്ങനെ പറയരുത്. ആവേശം മൂക്കുമ്പോ വായി തോന്നുന്നു വിളിച്ചു പറയരുത് കേട്ടാ. നിനക്ക് പറ്റുമെങ്കിൽ ഇതെനിക്ക് വാങ്ങിച്ചതാ. ജഗ, ഇത് കണിമംഗല അണ്ടി ആപ്പീസ് അല്ലേ? നിനക്കെന്തിനാണ് ഈ പഴഞ്ചൻ അണ്ടി ആപ്പീസ്? നിനക്ക് ഞാൻ നല്ലൊരു പുതിയ അണ്ടി ആപ്പീസ് വാങ്ങിച്ചു തരും. അളിയ, വർഷങ്ങളായി പ്രവർത്തനം നിലച്ചു കിടക്കുന്ന കണിമംഗലം അണ്ടി ആപ്പീസ് നിഷ്കളങ്കരായ കുറെ തൊഴിലാളികളുടെ കണ്ണീരും വേദനയും തളം കിട്ടി കിടക്കുന്ന ഈ അണ്ടി ആപ്പീസ് വാങ്ങിച്ചു തരാൻ പറ്റുമോ നിനക്ക്? യെസ്, ഡൺ. ജഗ, നിനക്ക് തന്നെ തരാം. ഞാൻ പറഞ്ഞല്ലോ തരാന്ന്. പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? ഞാനൊന്നും വാവിട്ട് ചോദിച്ചതല്ല, ഇതെന്റെ റിംഗ് ടൂണാണ്. ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാണ്. ഇവിടെ കശുവണ്ടി ഓഫീസിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മളാടാനാവോ? തുടക്കത്തിലെ നാക്കു കുടുക്കിയല്ലേ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അതെ, അല്ലാന്ന് തോന്നാ ഇതിനു മുമ്പ് ഭഗവതിയെ നേരിട്ട് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ സ്ത്രീത്വം തുളുമ്പുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇതൊരുമാതിരി കശുമായ്ക്ക് കയ്യും കാലും വെച്ച പോലെ. എന്നിട്ട് പെണ്ണെന്ന് പേര്. അണ്ടി ഓഫീസിന്റെ മുന്നിലായതുകൊണ്ടേ ഇതിനുള്ള മറുപടി ഉണ്ണിമായി പറയുന്നില്ല. ഞാൻ മെയിൻ മെക്കാടാടോ മാഷേ. അതേതാ? ഞാൻ അറിയാത്തൊരു മക്യാട്. ഞാൻ ആരാണാണാവോ? അപ്പൊ നമ്മളെ ടീമായിരുന്നല്ലേ? എന്തായാലും കുട്ടി ചോദിച്ചോണ്ട് പറയാം. കശുവണ്ടി വറക്കാൻ വന്ന പുതിയ വറുപ്പുകാരൻ, കണിമംഗലം അണ്ടി ആപ്പീസിലെ ജഗന്നാഥൻ വറുപ്പുകാരൻ. കണ്ടാലും പറയും ഒരു വറുപ്പുകാരൻ. ഉന്നീതമാരാ വറുപ്പുകാരാ. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, പിന്നെ പെണ്ണെന്ന പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി മക്യാടുകാരി. എന്തോന്ന് പറങ്ങേണ്ടി വറക്കാന്ന്.
എടോ മംഗലം, കശുവണ്ടി പരിപ്പ് തിന്നാൻ ഒരു മോഹം. ആരാ ഇവിടെ നന്നായിട്ട് കശുവണ്ടി പൊട്ടിക്കുന്നത്? ഈ മംഗലം നന്നായിട്ട് കശുവണ്ടി പൊട്ടിക്കും. പരിപ്പിനൊരു കേടുപാട് പോലും സംഭവിക്കില്ല. എന്നാൽ രണ്ടെണ്ണം എടുത്ത് പൊട്ടിച്ചു താടോ. അതിനിപ്പോ നല്ല കൊട്ടുപൊടി വേണമല്ലോ. അതിപ്പോ എവിടെ കിട്ടും? ഇവിടത്തെ കൃഷ്ണവർമ്മ തമ്പുരാന്റെ കയ്യിൽ പരുവം വന്നൊരു കൊട്ടുവടിയുണ്ട്. അതായാലോ? ഹൈ, അത് ഓൾഡ് പഴയത്, അത് ശരിയാവത്തില്ലെന്ന്. എന്നാ പോയി വാങ്ങിക്കൊണ്ട് വാടോ. എടോ മംഗലം, കൊട്ടുവടി ഇപ്പൊ എത്തും. ബാക്കിയുള്ള ഒരുക്കങ്ങൾ റെഡിയാക്കിക്കോ. എനിക്ക് തിന്നോളാൻ വയ്യ. തമ്പുരാൻ, അയാൾ ആ കൊട്ടുവടി തരില്ലാന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് അപ്പോഴാ അയാൾ തരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. ചുമ്മാ ചുമ്മയല്ല, ഉള്ളതാ. ഇതാ ചുമ്മയല്ല, ഇതെന്റെ സ്വന്തം ചുമ്മ. അപ്പോ എന്റെ കയ്യിൽ ഒരു കൊട്ടുവടി ഇല്ലാത്തത് വളരെ മോശമായി പോയി അല്ലേ? റിയലി എത്ര നാളായി ഞാൻ പറയുന്നു ഒരു നല്ല ടച്ച് ഫോൺ വാങ്ങി തരാൻ. ഇന്ന് ഞാൻ കുളത്തിൽ കുളിക്കാൻ പോയപ്പം തെക്കലെ സരസ എന്നോട് സെൽഫി എടുത്തിട്ട് ചോദിക്കുക നിന്റെ എക്സെൻഡർ ഒന്ന് ഓൺ ചെയ്യാൻ. ഹോ, ഞാൻ ചമ്മി പോയി. കൂട്ടുകാരികളുടെ കയ്യിലിരിക്കുന്ന 4G ഫോൺ കണ്ടിട്ട് എനിക്ക് കോതിയാവുക. എനിക്ക് ഫോൺ വാങ്ങി തരാൻ ആരാ ഉള്ളത്? ഞാനൊരു അനാഥയായി പോയില്ലേ? എന്താ, പനിയാണോ? പനിയല്ല, ഈ കൊട്ടോടി വെച്ചിട്ട് കുറച്ച് പൈസ വേണം. എനിക്ക് വേണ്ട. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ പറ്റില്ലെന്ന് പറഞ്ഞു. അത് ഇന്നലെ തീർന്നു. എനിക്ക് ഓരോ ദിവസവും ഓരോരോ കമ്പമാണ്. ഇന്നലെ കശുവണ്ടി പരിപ്പ് തിന്നണമെന്ന് തോന്നി, ഇന്നെനിക്ക് കപ്പലണ്ടി പരിപ്പ് തിന്നണമെന്ന് തോന്നുന്നു. എന്താ, എടുക്കാനുണ്ടോ കയ്യിൽ? അതല്ല, പണത്തിനൊരു അത്യാവശ്യം വന്നു. ഈ കൊട്ടോടി വെച്ചിട്ട് ഇച്ചിരി പൈസ വേണം. ആയിക്കോട്ടെ, അതിങ്ങെടുക്കൂ. ഇതെങ്ങനെയാ ഇതിന്റെ പ്രയോഗം? ദേ ഇങ്ങനെ പിടിച്ചിട്ട് ടക്കോ 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 നല്ല പരിപ്പ് കിട്ടും. അപ്പൊ മംഗലം, നമുക്ക് തുടങ്ങിയാലോ? നിർത്തുക. എന്താ കാര്യം? അച്ഛന്റെ കൊട്ടുവടി എനിക്ക് തിരിച്ചു വേണം. എന്താ, നിങ്ങൾ അച്ഛനും മോളും കൂടി ആളെ കളിയാക്ക? ഇതിന്റെ വില നിങ്ങൾക്കറിയില്ല. ഇത് ഞാൻ തരില്ല. ചോദിച്ച പണം ഞാൻ കൊടുത്തു. ഇത് ഞാൻ തരില്ല. ഇനി രാഷ്ട്രഭാഷയിൽ പറയണോ? ഏ കൊട്ടുവടി ചൽത്തി സുൽത്തി ബൽത്തി നഹി. തരില്ല. മനസ്സിലായില്ലേ? തരൂലെന്ന്. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാനാ? ഞാനിത് ഇങ്ങനെ പിടിച്ചിട്ട് തിർതിർദേഹി വഴികാട്ടും. ചിലപ്പോ അങ്ങനെ പറയും, ചിലപ്പോ എടുത്ത് തറയിലടിക്കും, ചിലപ്പോ പുഴുങ്ങി തിന്നെന്ന് വരും. ഞാൻ പണം കൊടുത്ത് വാങ്ങിയ സാധനം എനിക്ക് എന്തും ചെയ്യാം. കണ്ടോ, ഞാൻ തറയിലടിക്കുന്ന കണ്ടോ? ഇങ്ങനെ അടിക്കും. ആരാ ചോദിക്കുന്നത് അല്ലേ? എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താ ചെയ്യാ? കശുവണ്ടി എന്ന 4 അക്ഷരത്തിന്റെ വിലയറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുക വസ്തുവായിരിക്കും. പണം കൊണ്ട് അണ്ടി ഓഫീസ് വാങ്ങാം, കൊട്ടുപടി വാങ്ങാം. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് ഈ നാട്ടിൽ. അതിൽ ഏറ്റവും വിലപ്പെട്ടത് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിൽ തപസ് ചെയ്താലും കയ്യിൽ കശുവണ്ടിക്കറ പറ്റാതെ കശുവണ്ടി പൊട്ടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കശുവണ്ടിയും പരിപ്പും വേർതിരിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ ബോധം ഉണ്ടാകുന്ന കാലത്ത് കുറ്റബോധം തോന്നും നിങ്ങൾക്ക്. കശുവണ്ടി കഴിക്കും തോറും രുചി കൂടുന്ന സാധനം. അലഞ്ഞിട്ടുണ്ട് അതും തേടി. കശുവണ്ടി പൊട്ടിക്കണമെന്ന മോഹവുമായി വിയർത്ത് കുളിച്ചു ചെന്ന് കയറി കൊടുത്തത് കുണ്ടറ അണ്ടിയാപ്പീസിൽ. ആവശ്യം അറിയിച്ചപ്പോൾ വാച്ചർ വാതിൽ തുറന്നു. എങ്ങനെയെങ്കിലും തപ്പിത്തടഞ്ഞ് വറുപ്പ് വരെ ചെന്നു. മെയിൻ വറുപ്പുകാരൻ പറഞ്ഞു, ദക്ഷിണ വെക്കാൻ. ഒരു തണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? ഒന്നുമില്ല. പറങ്ങേണ്ടി തല്ലാൻ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്റെ അമ്മ ചെയ്യണ ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കിയില്ല. ചമ്മരം പണിഞ്ഞ് അവിടെ ഇരുന്നിട്ട് കൊട്ടുവടി കൊണ്ട് ഒരു ചാക്ക് പറങ്ങേണ്ടി ചന്ന പിന്നെ അടിച്ച് പൊട്ടിച്ച് അങ്ങേരെ മുമ്പ തള്ളിക്കൊടുത്തു. അങ്ങേരെ അന്തം വിട്ട് കണ്ണും തള്ളി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മെയിൻ വറുപ്പുകാരൻ ഫ്ലാറ്റ്. പറങ്ങേണ്ടി തല്ലി മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് പറങ്ങേണ്ടി കറയാർന്ന കൈകളാൽ എന്നെ ചേർത്ത് പിടിച്ചു. പിന്നെ തലയിൽ ഒരു ചാക്ക് പറങ്ങേണ്ടിയും കൊട്ടുവടിയുമായി കാലമൊരുപാട്. സബറോങ്കി സിന്ദഗി പച്ചണ്ടി വർത്തണ്ടി കദം ഹോ കൊട്ടുവടി ജാത്ത. നിങ്ങൾ ഞങ്ങൾക്ക് വെറും തമ്പുരാനല്ല, കശുവണ്ടി തമ്പുരാന. കണിമംഗലം ക്യാഷ് ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കണം. അപ്പൻ വറപ്പുകാരന്റെ കയ്യിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ബോണസും ഗ്രാറ്റുവിറ്റിയും തിരികെ കിട്ടണം. ഇടത്
മാറി വലത് മാറി ഇടം തിരിഞ്ഞ് വലം തിരിഞ്ഞ് ഇടതുകാൽ വലത്തോട്ട് വെച്ച് വലതുകാൽ ഇടത്തോട്ട് വെച്ച് ഞെരിഞ്ഞമർന്ന് ഞെരിയുന്നുണ്ടോ? നന്നായി ഞെരിയുന്നുണ്ട്. അത്രയും ഞെരിഞ്ഞാ മതി, അല്ലെങ്കിൽ ആശുപത്രി പോകേണ്ടി വരും. അപ്പോ ഇന്നത്തെ കളരി അവസാനിച്ചിരിക്കുന്നു. ഓ ആശ്വാസം. അപ്പം വരുന്നേ. കണ്ട, ഇവിടെ കളരി കഴിഞ്ഞ ഓടാ അപ്പം വരും. നല്ല ക്ഷീണമുണ്ട്. എനിക്കൊരു മുട്ടക്കറി. നിനക്കാ? എനിക്ക് കടലക്കറി. ആ കൊണ്ടുവാ. എടാ അതല്ല, പിന്നെ കൊളപ്പുള്ളി അപ്പം പറപ്പരം വരുന്നേന്ന്. ഓ ആ പണ്ടാര ഇവിടെ വന്നു. അപ്പാ, അപ്പൻ അറിഞ്ഞോ എന്ത്? വർഷങ്ങളായി പൂട്ടിക്കിടന്ന കണിമംഗലം അണ്ടി ഓഫീസ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ പോണെന്ന്. ആരാ അതിന്റെ പിന്നിലെന്ന് അറിയാവോ? ആരാ അതിന്റെ പിന്നില്? ആ ജഗൻ. ഒരിക്കൽ ഈ മുറ്റത്ത് വന്നതാണവൻ യാചിക്കാൻ. എന്റെ ചാത്തന്മാർ അവനെ കൊണ്ടുവരും. ചാത്തമ്പാറേ? ചാത്തന്മാരല്ല, ചാത്തന്മാർ. വറക്കുമ്പോൾ കരിഞ്ഞു പോയ പറങ്ങേണ്ടിയും കൈവിട്ട കൊട്ടോടിയും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓർത്താൾ നന്ന്. 16 കൊല്ലം 16 കൊല്ലം 16 ചേർത്ത് 32 കൊല്ലമായി. നിങ്ങൾ വയസ്സ് കൂട്ടണ അതാ കുറയ്ക്കണം? ഈ കണക്കിന് പോയാ നീ ഒരു കൊല്ലം തികച്ചു പോകില്ല. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. 16 കൊല്ലം മുമ്പ് ഞാൻ അടച്ചുപൂട്ടിയ കശുവണ്ടി ഫാക്ടറി നീ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പോവുകയാണല്ലേ? ഞാൻ കശുവണ്ടി ഫാക്ടറിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. താങ്കളുടെ കയ്യിലുള്ള രജിസ്റ്റർ ബുക്ക് തരണം. എന്നിട്ട് അവർക്ക് ബോണസ് കൊടുക്കണം, ജോലി തുടങ്ങണം. അതാണ് എനിക്ക് വേണ്ടത്. അറിയാം, നീ സൂത്രശാലിയായ ഒരു വറപ്പുകാരനാണ്. തോട്ടണ്ടി ലോഡ് ഇറക്കിയാൽ 16 ദിവസം കഴിഞ്ഞ് അത് പറക്കാൻ പറ്റൂ. അതാ കണക്ക്. ലോഡ് ഇറക്കിയാൽ എല്ലാ ചാക്കും പറക്കണം. നിനക്കറിയാമത് നടക്കില്ല. ഞാൻ രജിസ്റ്റർ ബുക്ക് നിന്റെ കയ്യിൽ തന്നിട്ട് വേണ്ടേ? പ്രളയം വന്ന് സകലതും നശിച്ചാലും കണിമംഗലം അണ്ടി ഓഫീസിൽ ജോലി തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എടാ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് കരിങ്കണ്ണ, എന്നാൽ താൻ കേട്ടോ, പൊളിച്ചിട്ട തോട്ടണ്ടിയുടെ തോട് കൊണ്ട് തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ഈ ജഗന്നാഥൻ ഈ മണ്ണ് വിടും. ഈ തല ഉയർത്തി നിൽക്കുന്ന കശുവണ്ടി ഫാക്ടറിയാണ് സത്യം. അതിന് കുറെ പുളിക്കും. ഇന്നലെ പെയ്ത മഴയത്ത് അവിടെയുള്ള തോട്ടണ്ടിയുടെ തോട് മുഴുവൻ നനഞ്ഞു. പിന്നെ നീ എന്തെടുത്ത് വെച്ച് കത്തിക്കും? ചമ്മിപ്പോയല്ലേ? ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക തീർക്കാതെ എന്റെ തൊഴിലാളികൾ ആരും ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീ സൂത്രശാലിയായ ഒരു കുറുക്കനാണെന്ന്. എന്നാലാ ഞാൻ തന്നെ മാറ്റി പറയുന്നു, നീ വെറും ഒരു കിഴങ്ങനായ കുറുക്കനാണ്. നിന്റെ പണിക്കാരും പണിയെടുത്തില്ലെങ്കിൽ എൻ്റെ കശുവണ്ടി ഫാക്ടറി പൂട്ടിപ്പോകുമെന്ന് വിചാരിച്ചല്ലേ? വെറും മണ്ടൻ. മലയാളികളെക്കാളും പണിയെടുക്കുന്ന ബംഗാളികളുള്ളപ്പോ കേരളത്തിലെ ഒരു കശുവണ്ടി ഫാക്ടറിയും പൂട്ടില്ല. ഹേയ്, ചുമ്മാ ആരും വിശ്വസിക്കരുത്. ഇതൊക്കെ അയാളുടെ സ്ഥിരം നമ്പറാണ്. നിനക്ക് വീണ്ടും തെറ്റി. ഇതർ ദേക്കോ ഭയ്യ, ആവോ നാ, ആവോ ഭയ്യ. ക്യാപ്പനല്ല, ഉളപ്പുള്ളിയപ്പൻ. എന്തായി പോയി ജോലിയെടുത്ത് ജീവിക്കാൻ നോക്ക് പിള്ളേരെ. പോ. പറങ്ങേണ്ടി വറുത്ത് ജീവിക്കാനുള്ള മോഹം കൊണ്ട് ചോദിക്കുകയാണ്. അപ്പൻ്റെ കശുവണ്ടി ഫാക്ടറിയിൽ എനിക്കൊരു ജോലി തരാൻ പറ്റുമോ? ജീവിക്കാൻ വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ വിരിച്ച വലയിൽ നീ വീണു. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഈ കണിമംഗലം അണ്ടി ഓഫീസിലെ മെയിൻ വറപ്പുകാരനാണ് നീ.